ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 2021 പുറത്തിറങ്ങിയ മഹാസമുദ്രം എന്ന തെലുങ്ക് മൂവിയാണ്. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ ഒരാൾ വളരെ വേഗത്തിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോവുകയാണ്. അത് ഓടിച്ചുകൊണ്ട് പോകുന്നത് മറ്റാരുമല്ല, അവനാണ് നമ്മളുടെ സിനിമയുടെ ഹീറോ ആയിട്ടുള്ള അർജുൻ. അവനിപ്പോൾ വണ്ടി കൊണ്ടുപോയിട്ട് നേരെ ഒരു പോസ്റ്റിലേക്ക് ഇടിക്കുന്നു. അവിടെ വെച്ച് കട്ടായി ഫ്ലാഷ് ബാക്ക് ആരംഭിക്കുന്നു. അർജുന് ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്. അവൻ്റെ പേരാണ് വിജയ്. വിജയ്ക്കാണെങ്കിൽ ഒരു പോലീസ് ആകണമെന്നാണ് ആഗ്രഹം. അതുകൊണ്ട് തന്നെ അതിൻ്റെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അവൻ നടക്കുന്നത്. ഒരു 5-6 മാസത്തിനുള്ളിൽ തന്നെ എങ്ങനെയെങ്കിലും പോലീസ് ആകാമെന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിലുണ്ട്. എന്നാൽ അർജുൻ്റെ കാര്യം അങ്ങനെയല്ല. വഴിയെ പോകുന്ന ഏത് വള്ളിക്കേസും പിടിച്ചിട്ട് അവിടെ അടിയുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി അങ്ങനെ നടക്കുന്നൊരു ക്യാരക്ടറാണ് നമ്മളുടെ അർജുൻ്റെത്. അർജുനും വിജയും നമ്മളുടെ അർജുൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിക്കുന്നത്. വിജയ് ആണെങ്കിൽ അർജുൻ്റെ അമ്മയെയും സ്വന്തം അമ്മയെ പോലെ തന്നെ കണ്ട് അമ്മ അമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത്. അവിടെ വെച്ച് കട്ടായി അർജുൻ്റെ ഒരു മാമനെ കാണിക്കുന്നു. അയാൾ എപ്പോഴും കടലിലാണുള്ളത്. അയാൾ കടലിലെ ഒരു ഡോൺ എന്നൊക്കെ പറയാം, അതും വളരെ കോമഡി ആയിട്ടുള്ള ഒരു ഡോണ്. ഇയാൾക്ക് ആ ഒരു ഏരിയയുടെ രാജാവാകണമെന്നൊക്കെയാണ് ആഗ്രഹം. പക്ഷേ അവിടെയുള്ള വമ്പന്മാരെയൊക്കെ പുള്ളിക്ക് കുറച്ച് ഭയമാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു ചാൻസ് ഒക്കെ നോക്കി പുള്ളി ഇങ്ങനെ നിൽക്കുകയാണ്. അവിടെ വെച്ച് കട്ടായി ഇപ്പോൾ വിജയ് സ്നേഹിക്കുന്ന മഹ എന്ന പെണ്ണിനെ കാണിക്കുന്നു. ഇവർ രണ്ടുപേരും വളരെയധികം സ്നേഹത്തിലാണ്. പക്ഷേ വിജയ് ഈ മഹയെ പക്കയായിട്ട് യൂസ് ചെയ്യുകയാണ്. അതായത് അവളുടെ അടുത്ത് എപ്പോഴും വന്നിട്ട് അവളുടെ അടുത്ത് നിന്ന് പൈസ എടുക്കുക, അവളുടെ ഫീലിങ്സ് പോലും മനസ്സിലാക്കാതെ ഒരുപാട് പൈസയൊക്കെ എടുത്തിട്ട് പോവുക, അങ്ങനെയൊക്കെയുള്ള ഒരു ക്യാരക്ടറാണ് അവൻ്റേത്. ഇതേ സമയത്ത് നമ്മളുടെ അർജുനും റോട്ടിൽ നിന്നും ഒരു പെണ്ണിനെ കാണുന്നു. ആ പെണ്ണിനാണെങ്കിൽ വണ്ടി പ്രോപ്പറായിട്ട് ഓടിക്കാൻ അറിയാതെ ഒരാൾക്കിട്ട് ചെന്നിട്ട് ഇടിക്കുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ ഇവളുടെ അടുത്ത് പൈസ ചോദിക്കുകയാണ്. എന്നിട്ട് അർജുൻ തന്നെ പൈസ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തിട്ട് ഈ പെണ്ണിൻ്റെ അടുത്ത് ഒരാഴ്ചക്കുള്ളിൽ തിരിച്ചു തന്നാൽ മതിയെന്നൊക്കെ പറയുന്നു. നമ്മുടെ അർജുൻ്റെ മാമനുണ്ടല്ലോ, അയാൾക്കാണെങ്കിൽ വിജയിയെ തീരെ ഇഷ്ടമല്ല. അർജുനും വിജയും കൂടി മാമനെ കാണാൻ പോയാലും മാമൻ വിജയുടെ അടുത്ത് അധികം സംസാരിക്കാതെ അവനെ മാക്സിമം അവോയ്ഡ് ചെയ്തു വിടും. വിജയ് ആണെങ്കിൽ വളരെ സെൽഫിഷ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് അവൻ്റെ കൂടെ അധികം കറങ്ങണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും അർജുനെ ഇയാൾ ഇങ്ങനെ ഉപദേശിക്കാറുണ്ട്. അങ്ങനെ ഒരു ദിവസം നൈറ്റ് അർജുനും വിജയും കൂടി ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു ഫാക്ടറിക്കുള്ളിൽ പോകുന്നു. ശരിക്കും വിജയ് ആണ് അർജുനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. എന്താണ് ഇവിടെ നടക്കുന്നത്, എല്ലാവരെയും കണ്ടിട്ട് ഒരുമാതിരി കള്ളന്മാരെ പോലെ ഉണ്ടല്ലോ എന്ന് അർജുൻ ചോദിക്കുന്ന സമയത്താണ് വിജയ് പറയുന്നത്, ഇവിടെ ഒരു ഭയങ്കരനായിട്ടുള്ള ഒരു റൗഡി ഉണ്ട്. അയാൾ ഇവിടെ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് കഞ്ചാവ് വിൽക്കുന്നത്, അത്തരത്തിൽ ഡ്രഗ്സ് ഡീൽ ചെയ്യുന്നത്, അങ്ങനെ ഒരുപാട് ഇല്ലീഗൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ പോലീസ് ആയി കഴിഞ്ഞ് ഈ സ്ഥലം കണ്ടുപിടിച്ച് അയാളെ വരട്ടി കഴിഞ്ഞാൽ അയാൾ എനിക്ക് ഒരുപാട് കമ്മീഷൻ തരും. ഇതുപോലുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ആ സ്ഥലത്തൊക്കെ പോയിട്ട് അവരെ വരട്ടി കഴിഞ്ഞാൽ അവരൊക്കെ എനിക്ക് പൈസ തരും. അങ്ങനെയൊക്കെ പറയുന്ന സമയത്താണ് വിജയുടെ ഈ ബാഡായിട്ടുള്ള സ്വഭാവം അർജുന് മനസ്സിലാവുന്നത്. എന്നിട്ട് നീ ഇപ്പോൾ എൻ്റെ കൂടെ നിന്നിട്ട് ഇത്രയും ക്രിമിനൽ ആയിട്ടൊക്കെ ചിന്തിക്കുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെയൊന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞ് അവനെ ഉപദേശിച്ചിട്ട് അർജുൻ അവിടെ നിന്ന് ദേഷ്യപ്പെട്ടു പോകുന്നു. ഇപ്പോൾ വിജയുടെ ഗേൾ ഫ്രണ്ട് അർജുൻ്റെ വീട്ടിലോട്ട് വന്നിട്ട് അർജുൻ്റെ അമ്മയുടെ അടുത്ത് അവനാണെങ്കിൽ എന്നെ ഇപ്പോൾ അവോയ്ഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് അവനെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണമെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ അർജുനും വിജയും വീട്ടിലോട്ട് വരുന്ന സമയത്ത് വിജയെ അവൻ്റെ അമ്മ ശരിക്കും പറഞ്ഞാൽ സ്വന്തം മോനെ പോലെ തന്നെയാണ് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ നീ എപ്പോഴാണ് ഇവളെ കല്യാണം കഴിക്കാന്നൊക്കെ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ അവൻ പെട്ടെന്ന് ഞാൻ എൻ്റെ പോലീസ് ട്രെയിനിങ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിക്കാമെന്ന് പറഞ്ഞിട്ട് അവൻ നൈസായിട്ട് ആ ഒരു കാര്യം ഡീൽ ചെയ്യുന്നു. നമ്മളുടെ ഹീറോ ആണെങ്കിൽ ഇതേ സമയത്ത് നേരത്തെ ആ വഴിയിൽ വെച്ച് കണ്ട ആ പെണ്ണുണ്ടല്ലോ, അവളുമായിട്ട് പ്രണയത്തിലാകുന്നു. അതേപോലെ തന്നെ വിജയും മഹയുടെ അടുത്ത് കുറച്ചും കൂടി സ്നേഹത്തോടു കൂടി ബിഹേവ് ചെയ്യാനൊക്കെ തുടങ്ങുന്നു. അത് കുറച്ച് ഓവറായിട്ട് ഒരു സിറ്റുവേഷനിൽ ഇവർ ഭയങ്കരമായിട്ട് ക്ലോസ് ആകുന്നു. ഇപ്പോൾ അവിടെ വെച്ച് കട്ടായി ബാബ്ജി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കാണിക്കുന്നു. ഇയാൾ ആരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ധനഞ്ജയ് എന്ന് പറയുന്ന ഒരു ഡോൺ ഉണ്ട്, അയാളുടെ ചേട്ടനാണ്. ബാബ്ജി ആണെങ്കിൽ തീരെ മര്യാദയില്ലാത്തൊരു വ്യക്തിയാണ്. അതായത് അയാളുടെ അനിയനാണല്ലോ ഈ ധനഞ്ജയ്. പക്ഷേ ഈ ധനഞ്ജയിനെ എങ്ങനെയും കൊന്നിട്ട് ആ ഒരു പൊസിഷനിലോട്ട് എത്തണം എന്നാണ് ഈ ബാബ്ജിയൊക്കെ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് അയാളിപ്പോൾ ഈ ധനഞ്ജയുടെ ഓഫീസിലോട്ട് വരുന്ന സമയത്ത് സാധാരണ ഓഫീസിൽ ഇരിക്കുന്ന ആളുകളൊക്കെ എങ്ങനെയാണ് മേലെ ഫാനൊക്കെ ഇട്ടിട്ടല്ലേ ഇരിക്കുക. പക്ഷേ മേലോട്ട് നോക്കുന്ന സമയത്ത് അവിടെ ഫാനിന് പകരം ഒരാളെ അവിടെ കെട്ടി തൂക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയും വലിയൊരു ഡോൺ ആണ് ഈ ധനഞ്ജയ്. അതുകൊണ്ട് തന്നെ അവനെ ഇപ്പോൾ ഈ ബാബ്ജിക്ക് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല. അതുകൊണ്ട് നല്ലൊരു ചാൻസ് കിട്ടുന്നത് വരെ അയാളും വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം നമ്മളുടെ ഹീറോയും വിജയും വീട്ടിൽ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് മാമൻ വരുന്നു. അങ്ങനെ അവിടെ വെച്ച് നടക്കുന്ന ഒരു ചെറിയ സംസാരത്തിന്റെ ഭാഗമായിട്ട് മാമനും വിജയും തമ്മിൽ വഴക്കാവുന്നു. മാമനാണെങ്കിൽ മുമ്പ് വിജയുടെ അച്ഛൻ ചെയ്തിട്ടുള്ള ഒരു തെറ്റ് കാരണമാണ് പിന്നീട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറയുന്ന സമയത്ത് അത് കേട്ടിട്ട് വിജയ്ക്ക് ദേഷ്യം വരികയും വിജയും തിരിച്ചെന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം ഇവർ രണ്ടുപേരും കൂടി അടി കൂടുന്ന ഒരു സിറ്റുവേഷൻ വരെ വന്നു. അങ്ങനെ ഇപ്പോൾ കറക്റ്റ് നമ്മളുടെ ഹീറോ അങ്ങോട്ട് വന്നിട്ട് രണ്ടുപേരും അടികൂടാതെ രണ്ടുപേരെയും പിടിച്ചു മാറ്റുന്നു. അതിനുശേഷം വിജയ്ക്ക് നമ്മളുടെ ഹീറോയുടെ മേലെയും മാമന്റെ മേലെയും വല്ലാത്തൊരു ദേഷ്യം വരുന്നു. അവനെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യത്തിൽ അവൻ പോയിട്ട് ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് അവിടേക്ക് നമ്മളുടെ ഹീറോയിൻ വരുന്നു. അവൾ വന്നിട്ട് എന്താണ് പറ്റിയെന്ന് ചോദിക്കുന്ന സമയത്ത് അവൻ്റെ ഉള്ള ദേഷ്യം മൊത്തം അവളുടെ മേലെ തീർത്തിട്ട് ഇനി മേലാൽ നീ എൻ്റെ അടുത്ത് കല്യാണം കഴിക്കണം എന്നങ്ങനെ പറഞ്ഞ് എന്നെ ശല്യപ്പെടുത്തി കഴിഞ്ഞാൽ നിന്നെ ചെരുപ്പ് വെച്ച് അടിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തിയിട്ട് അവൻ അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ മഹയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാതെ ഇപ്പോൾ നമ്മളുടെ ഹീറോയെ കോൾ ചെയ്തിട്ട് നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു. അർജുൻ എന്നിട്ട് അവളെ കണ്ടിട്ട് അവളെ സമാധാനിപ്പിക്കുന്നു. അതൊന്നും പ്രശ്നമില്ല, ഞാൻ അവനോട് ദേഷ്യപ്പെട്ടുകൊണ്ടാണ് അവൻ ഇത്ര ചൂടായത്, അത് കുഴപ്പമില്ല, ഞാൻ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഇപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ടു പോകുന്നു.
അങ്ങനെ വിജയ് ഇപ്പോൾ ദേഷ്യത്തിൽ ബൈക്കിൽ പോകുന്ന സമയത്താണ് ധനഞ്ജയുടെ വണ്ടി ഇങ്ങനെ പോകുന്നത് കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഇയാളെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ മനസ്സിലാകുമെന്ന് വിചാരിച്ചിട്ട് ഇവനും അയാളെ പുറകെ ഫോളോ ചെയ്തു പോകുന്നു. എന്നാൽ വിജയ് ഫോളോ ചെയ്തു വരുന്ന കാര്യം ധനഞ്ജയ്ക്ക് മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ അവനെ പിടിച്ചിട്ട് നിനക്ക് എത്ര ധൈര്യമുണ്ടെങ്കിൽ എന്നെ ഫോളോ ചെയ്യുമെന്നൊക്കെ ചോദിച്ചിട്ട് വല്ലാതെ ഞെട്ടിക്കുന്നു. എന്നിട്ട് വിജയിനെ പിടിച്ചിട്ട് ഭയങ്കരമായിട്ട് അടിക്കുന്ന സമയത്ത് അവൻ തിരിച്ചടിക്കാൻ തുടങ്ങുമ്പോഴേക്കും അയാൾ പുറകോട്ട് പോയിട്ട് അവിടെ ഒരു കമ്പി അയാളുടെ വയറ്റിലോട്ട് കുത്തിക്കയറുന്നു. വിജയ് ആണെങ്കിൽ അയാളിപ്പോൾ മരിച്ചുപോയോ അതോ എന്തെങ്കിലും പരിക്ക് പറ്റിയിട്ടുള്ളോ ഇതൊന്നും അറിയാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. എന്നിട്ട് ഈ വിഷയം വന്നിട്ട് മാമൻ്റെ അടുത്ത് പറയുന്ന സമയത്താണ് മാമൻ പറയുന്നത് അയാൾ ഭയങ്കര ക്രൂരനായിട്ടുള്ള ഒരാളാണ്. ഇപ്പോൾ അയാൾക്ക് കുത്തേറ്റുമെന്നല്ലേ പറയുന്നത്, മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയില്ലല്ലോ. അയാൾ അങ്ങനെ ജീവനോട് വന്നു കഴിഞ്ഞാൽ പിന്നെ നിന്നെ ജീവനോട് വെച്ചേക്കില്ല, നിന്നെ മാത്രമല്ല നമ്മളെയും കൂടി ജീവനോട് വെച്ചേക്കില്ല. ഞാൻ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ കടലിൽ വെച്ചിട്ട് ഡീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളെ പേടിച്ചുകൊണ്ട് മാത്രമാണ്. സോ അത്രയും ക്രൂരനായിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് നീ ഇനി ഒരു നിമിഷം പോലും ഈ നാട്ടിൽ നിൽക്കണ്ട, പെട്ടെന്ന് തന്നെ ഇവിടെ നിന്ന് ജീവനും കൊണ്ട് പോയിക്കോളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇതൊക്കെ കേട്ട് ആകെ ഭയന്നിട്ട് വിജയുടെ അടുത്ത് അർജുൻ പറയുന്നു നീ ഇനിയിപ്പോൾ മാമൻ പറഞ്ഞതുപോലെ ഇവിടെ നിൽക്കണ്ട, അത് ഡേഞ്ചറാണ്, നീ എന്തായാലും ഇവിടെ നിന്ന് പോയിക്കോ, പിന്നെ നീ പോകുമ്പോൾ ഒറ്റയ്ക്ക് പോകണ്ട, മഹയും കൂടി കൊണ്ടുപോയിക്കോളൂ, എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും വേറെ ഏതെങ്കിലും നാട്ടിൽ പോയിട്ട് സ്വസ്ഥമായിട്ട് ജീവിച്ചോളൂ, നീ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയിക്കോ, ഞാനിപ്പോൾ അവളെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ട് വരാം. അതിനുശേഷം അർജുൻ പോയിട്ട് മഹയും കൂട്ടിക്കൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോട്ട് വരുന്ന സമയത്ത് അവിടെ അവന് പോകാനുള്ള ട്രെയിൻ ഉണ്ട്, പക്ഷേ നമ്മളുടെ വിജയിനെ കാണാനില്ല. മഴയാണെങ്കിൽ നല്ല രീതിയിൽ ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഹീറോ ഇപ്പോൾ ബാഗും പിടിച്ച് ഇവളുടെയും കയ്യിൽ പിടിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ഓടി നടന്നിട്ട് നമ്മളുടെ വിജയ് ഉണ്ടോ എന്ന് ഇങ്ങനെ നോക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ കുറെ നോക്കിയതിന് ശേഷം ഒരു ട്രെയിനിന്റെ ഡോറിന്റെ അവിടെയായിട്ട് വിജയ് നിൽക്കുന്നത് നമ്മളുടെ മഹ കാണുന്നു. അവളാണെങ്കിൽ അവളും കൂടി വരുന്നുണ്ട്, നീ അവിടെ ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നൊക്കെ പറഞ്ഞ് അലറുന്നുണ്ട്. എന്നാൽ അവൻ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതുപോലെ തന്നെ നമ്മളുടെ ഹീറോയും പറയുന്നുണ്ട്. ആ സമയത്ത് വിജയ് ദേഷ്യത്തോടു കൂടി ഇവരെ രണ്ടുപേരെയും നോക്കിയിട്ട് മഹ അവന് കൊടുത്തിട്ടുള്ള ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു, അതിപ്പോൾ അവൻ ദേഷ്യത്തിൽ ഇങ്ങനെ എറിഞ്ഞിട്ട് ഇനി മേലാൽ നിങ്ങൾ രണ്ടുപേരെയും കാണരുതെന്നൊക്കെ പറഞ്ഞ് ദേഷ്യത്തോടു കൂടി ആ ട്രെയിനിൽ പോകുന്നു. ഇപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും ഇവൻ എന്തിനാണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോയതെന്ന് മനസ്സിലാകുന്നേയില്ല. അങ്ങനെ ഇപ്പോൾ ഹീറോ മഹയെ കൊണ്ടുപോയിട്ട് അവളുടെ വീട്ടിൽ വിടുന്നു. അങ്ങനെ വീട്ടിൽ കൊണ്ടുവിടുന്ന സമയത്ത് അവളുടെ അച്ഛൻ വന്നിട്ട് റോഡിൽ വെച്ച് തന്നെ അവളോട് വല്ലാതെ ദേഷ്യപ്പെട്ട് അവളെ ആകെ നാണം കെടുത്തി വീട്ടിലോട്ട് കൊണ്ടുപോകുന്നു. ആ സമയത്ത് ഹീറോയ്ക്കാണെങ്കിൽ ഇപ്പോൾ അവൻ കാരണമാണല്ലോ ഇങ്ങനൊരു അവസ്ഥ വന്നതെന്നൊക്കെ ആലോചിച്ചിട്ട് വിഷമം വരുന്നു. ഇതേ സമയത്ത് ആ ബാബ്ജി വന്നിട്ട് നമ്മളുടെ ഹീറോയുടെ അടുത്ത് പറയുന്നു എൻ്റെ അനിയനെ കൊന്നത് നിന്റെ ഫ്രണ്ട് ആണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി, അയാൾക്ക് ഇപ്പോൾ ബോധം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ഇനിയിപ്പോൾ നിന്നെ ഒന്നും വെറുതെ വിടില്ല, ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഞാൻ നിനക്കൊരു ഓഫർ തരാം, അതായത് ഞാൻ നിനക്കൊരു ഗണ്ണ് തരാം, അതുകൊണ്ട് പോയിട്ട് നീ അയാളെ വെടിവെച്ച് കൊല്ലുക. ഇപ്പോൾ ഹീറോയ്ക്ക് പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചിട്ട് ദേഷ്യത്തോടു കൂടി അവിടെ നിന്ന് പോകുന്നു. അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നീട് നമ്മളുടെ ഹീറോയുടെ ഉള്ളിൽ ഒരു ചോദ്യമുണ്ട്, അതായത് വിജയ് എന്തിനായിരിക്കും നമ്മളുടെ അടുത്ത് അങ്ങനെ ദേഷ്യപ്പെട്ടിട്ട് പോയത്. ആ ഒരു ചിന്തയിൽ ഹീറോ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ സ്നേഹിച്ചുകൊണ്ടിരുന്ന ആ പെണ്ണുണ്ടല്ലോ അവളെ അവൻ കുറച്ചായിട്ട് അവോയ്ഡ് ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ ഇപ്പോൾ ഒരു ദിവസം രാത്രി ഹീറോ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്ക് ഫീൽ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് അവിടേക്ക് അവൾ വരുന്നു. എന്നിട്ട് നിന്നെ എത്ര ദിവസമായിട്ട് കോൺടാക്ട് ചെയ്യാൻ നോക്കുകയാണ്, നീ എന്താണ് എന്നെ വിളിക്കാത്തത്, നിനക്ക് എന്താണ് പറ്റിയതെന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ പറയുന്നു അതൊക്കെ ഞാൻ നിന്റെ അടുത്ത് പിന്നെ പറയാം, നീ ഇപ്പോൾ ആദ്യം ഇവിടെ നിന്ന് പോകുമെന്ന് പറയുന്നു. അപ്പോൾ അവൾ പറയുന്നു അതെ ഞാൻ ഇവിടുന്ന് പോകാൻ പോവുകയാണ്, എൻ്റെ തുടർന്നുള്ള പഠനത്തിന് വേണ്ടിയിട്ട് ഞാൻ കോയമ്പത്തൂർ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. ഇതേ സമയത്ത് ആ ധനഞ്ജയ് എന്ന് പറഞ്ഞ ഡോണ് ചികിത്സയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നു. അതിനുശേഷം വിജയുമായിട്ട് ബന്ധപ്പെട്ട ആളുകളെല്ലാം അവർ അന്വേഷിക്കാൻ വേണ്ടി തുടങ്ങുന്നു. അപ്പോഴാണ് വിജയുടെ ലവറായിട്ടുള്ള ആ പെണ്ണ് മാർക്കറ്റിൽ പച്ചക്കറിയൊക്കെ വാങ്ങുന്നുണ്ടെന്ന കാര്യം അവർക്ക് ഇൻഫർമേഷൻ കിട്ടുന്നത്. ഉടനെ തന്നെ അവളെ കൊല്ലാൻ വേണ്ടിയിട്ട് ധനഞ്ജയ് അങ്ങോട്ട് വരുന്ന സമയത്ത് കറക്റ്റ് സമയത്ത് ഹീറോ അങ്ങോട്ട് വന്നിട്ട് ഈ ധനഞ്ജയെ ഭയങ്കരമായിട്ട് അടിക്കുന്നു. അങ്ങനെ ഇപ്പോൾ അവനെ ഭയങ്കരമായിട്ട് അടിച്ചിട്ട് അവസാനം ഈ ധനഞ്ജയെ നമ്മളുടെ ഹീറോ കൊല്ലുന്നു. അപ്പോൾ ഇതൊക്കെ നമ്മളുടെ ഹീറോയുടെ മാമനും കാണുന്നുണ്ടായിരുന്നു. അയാളാണെങ്കിൽ ഇപ്പോൾ വിചാരിക്കുന്നു അവനെ ഒന്ന് തല്ലിയപ്പോൾ തന്നെ നമ്മൾ എത്ര പ്രശ്നം അനുഭവിച്ചു, ഇനിയിപ്പോൾ അയാളെ കൊന്നു കഴിഞ്ഞപ്പോൾ ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ അനുഭവിക്കും എന്നൊക്കെ വിചാരിച്ച് ഭയങ്കരമായിട്ട് ടെൻഷനാവുന്നു. ധനഞ്ജയ് മരിച്ചതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരു വ്യക്തി ഇപ്പോൾ ബാബ്ജിയാണ്. കാരണം അവന്റെ അനിയൻ മരിച്ചതുകൊണ്ട് ഇനി ആ പൊസിഷൻ ബാബ്ജിക്കാണല്ലോ. അങ്ങനെ ഇപ്പോൾ ബാബ്ജി ധനഞ്ജയുടെ ആളുകളുടെ അടുത്ത് നമ്മളുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ട് ഓർഡർ ഇടുന്നു. അങ്ങനെ അതിന്റെ ഭാഗമായിട്ട് നമ്മളുടെ ഹീറോയുടെ വീട്ടിൽ ആരോ കൊണ്ടുപോയി കഞ്ചാവ് വെക്കുന്നു. എന്നിട്ട് പോലീസ് വന്ന് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഈ കഞ്ചാവ് പിടിക്കുകയും നമ്മളുടെ ഹീറോയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയും ചെയ്യുന്നു. അതിനുശേഷം നമ്മളുടെ ഹീറോയുടെ മാമൻ സ്റ്റേഷനിലോട്ട് വന്നിട്ട് പോലീസിന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സംസാരിച്ച് നമ്മളുടെ ഹീറോയെ പുറത്തിറക്കുന്നു. എന്നിട്ട് ഹീറോയുടെ അടുത്ത് മാമൻ പറയുന്നു നീ ഇനി കുറച്ച് അലേർട്ടായിട്ടിരിക്കണം, ഈ കഞ്ചാവൊക്കെ നിന്റെ അടുത്ത് കൊണ്ടുവച്ചത് ഈ ധനഞ്ജയുടെ ആളുകളാണ്, ധനഞ്ജയെ കൊന്നതിന് നിന്റെ പേരിൽ ഇതുവരെ കേസ് പോലും കൊടുത്തിട്ടില്ല, അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ജയിലിനകത്തിടാനോ ശിക്ഷ വാങ്ങി കൊടുക്കാനോ അല്ല അവരുടെ പ്ലാൻ, നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും, അതുകൊണ്ട് നീ വളരെ കെയർഫുൾ ആയിട്ടിരിക്കണം. അതുമാത്രമല്ല ഇനി നീ വെറും സാധാരണ ആളായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ നിന്നെ അവരെ ഉപദ്രവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്, അതുകൊണ്ട് നീ കടലിലോട്ട് വാ, എന്നിട്ട് എൻ്റെ ഒപ്പം സ്മഗ്ലിംഗ് ചെയ്യേ, എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സർക്കിൾ ഉണ്ടാക്കിയെടുക്കാം, അങ്ങനെയൊക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കിനി ഇവിടെ പിടിച്ചു നിൽക്കാൻ കഴിയൂ. അങ്ങനെ ഇപ്പോൾ ഹീറോയുടെ മാമൻ അവൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് അവനെ കൺവിൻസ് ചെയ്യുന്നു. ഇതേ സമയത്താണ് മഹയെ അവളുടെ വീട്ടിൽ നിന്നും അച്ഛൻ ഇറക്കി വിടുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവൾ പ്രഗ്നന്റ് ആണ്. അന്നത്തെ ഒരു സിറ്റുവേഷനിൽ വിജയിൻ്റെ കൂടെ അവൾ വളരെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്.
അങ്ങനെ ഇപ്പോൾ മഹയെ അവളുടെ അച്ഛൻ ഇറക്കി വിട്ട കാര്യം അറിഞ്ഞിട്ട് ഹീറോ അങ്ങോട്ട് ചെന്നിട്ട് അവളുടെ അച്ഛനോടൊക്കെ ദേഷ്യപ്പെട്ടിട്ട് അവളെ കൂട്ടിക്കൊണ്ട് നേരെ നമ്മളുടെ ഹീറോയുടെ വീട്ടിലോട്ട് വരുന്നു. അപ്പോൾ അവളാണെങ്കിൽ അവൻ എല്ലാവരെയും വിട്ടിട്ട് ഇത് എങ്ങോട്ട് പോയതാണ്, ഞാൻ ഇനി എത്ര കാലം ഇവിടെ നിൽക്കണമെന്നൊക്കെ ചോദിക്കുന്നു. ആ സമയത്ത് നമ്മളുടെ ഹീറോ നിൽക്കാൻ കഴിയുന്ന അത്രയും കാലം ഇവിടെ നിൽക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഹീറോ ഇപ്പോൾ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ നോക്കാൻ തുടങ്ങുന്നു. അങ്ങനെ ഇത്രയും കാലം വളരെ നല്ലവനായിരുന്ന നമ്മളുടെ ഹീറോ ഇപ്പോൾ സ്മഗ്ലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരുപാട് പേരെ അടിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് സ്ഥലത്ത് കൊണ്ടുപോയി പ്രശ്നമുണ്ടാക്കുകയും അങ്ങനെയൊക്കെ ചെയ്തിട്ട് ആ നാട്ടിലെ തന്നെ ഒരു ചെറിയ ഡോൺ ആയിട്ട് ഹീറോ ഇപ്പോൾ ഡെവലപ്പായി വരികയാണ്. അങ്ങനെ ഇപ്പോൾ ഒരു 4-5 വർഷത്തിനുള്ളിൽ തന്നെ നമ്മളുടെ ഹീറോ ഒരു വലിയ ഡോണായി തന്നെ മാറുന്നു. നമ്മളുടെ ഹീറോയുടെ ഈ വളർച്ച ബാബ്ജിയെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ മിനിസ്റ്ററുടെ അടുത്ത് പോയിട്ട് ഹെൽപ്പ് ചോദിക്കാമെന്ന് വിചാരിച്ച് ബാബ്ജി നേരെ മിനിസ്റ്ററുടെ അടുത്ത് പോകുന്ന സമയത്ത് മിനിസ്റ്റർ വരെ ഇപ്പോൾ അർജുൻ്റെ ആളാണ്. മഹയ്ക്കാണെങ്കിൽ ഇപ്പോൾ കുട്ടിയുണ്ടായി, ആ കുട്ടി വളർന്നിരിക്കുകയാണ്. അവളാണെങ്കിൽ ഇത്രയും കാലമായിട്ട് വിജയെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് ഇപ്പോൾ വന്ന് അവൾക്ക് വിജയുടെ മേലെ വല്ലാത്തൊരു വെറുപ്പാണുള്ളത്. അങ്ങനെ ഇപ്പോൾ ഈ കുട്ടിയെ എഴുത്തിനിരുത്താൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ കൊണ്ടുപോകുന്ന സമയത്ത് കുട്ടിയുടെ കൈ പിടിച്ചിട്ട് അരിയിൽ ഇങ്ങനെ ഓം എന്ന് എഴുതണമെന്ന് അവിടെയുള്ള പൂജാരി പറയുന്നു. ആ സമയത്ത് കുട്ടിയുടെ അച്ഛൻ എവിടെയാണെന്ന് ചോദിക്കുന്ന സമയത്ത് അച്ഛന് വേണ്ടി ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് എല്ലാവരും ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. ആ സമയത്ത് ഹീറോയുടെ അമ്മ പറയുന്നു, അച്ഛൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല, അച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുണ്ടല്ലോ, അയാളായാലും മതിയെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഹീറോയെ വിളിച്ചിട്ട് ഹീറോ ആ കുട്ടിയുടെ കൈ പിടിച്ച് എഴുതിക്കുന്നു. അതൊക്കെ കണ്ടപ്പോൾ മഹയ്ക്കാണെങ്കിൽ നമ്മളുടെ ഹീറോയുടെ മേലെ വല്ലാത്തൊരു മതിപ്പ് വരുന്നു. അത് പതിയെ നമ്മളുടെ ഹീറോയോടുള്ള ഒരു ഇഷ്ടമായിട്ട് മാറുന്നുണ്ട്. പക്ഷേ ഫ്രണ്ടിൻ്റെ ലവറെ എന്തായാലും അവൻ വേറൊരു കണ്ണിലൂടെ കാണില്ല എന്നും അവൾക്കറിയാം. അങ്ങനെ ഇപ്പോൾ അമ്പലത്തിൽ നിന്നും ഇവർ റിട്ടേൺ വരുന്ന സമയത്ത് കാർ ഒരു ലോറിയിൽ ഇടിച്ചിട്ട് അവിടെ വെച്ച് ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നു. അതിൽ നമ്മളുടെ ഹീറോയിനാണ് കുറച്ചധികമായിട്ട് പരിക്ക് പറ്റുന്നത്. ആ സമയത്ത് ഹീറോ ആണ് അവളുടെ അടുത്ത് നിന്നിട്ട് അവളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഹീറോയ്ക്ക് ഒരു ഇൻഫർമേഷൻ കിട്ടുന്നു, ഈ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഈ ബാബ്ജിയുടെ ആളുകളാണെന്ന്. അതുപോലെ തന്നെ അവനിപ്പോൾ ഒരു കോടതിയിൽ ഉണ്ടെന്നുള്ള ഇൻഫർമേഷനും കിട്ടി. എന്നാൽ പിന്നെ അവനെ അവിടെ വെച്ച് തന്നെ കൊന്നേക്കാമെന്ന് വിചാരിച്ചിട്ട് ഹീറോ ഗണ്ണൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലുന്നു. അവിടെ ചെന്നപ്പോഴാണ് ഹീറോയ്ക്ക് വല്ലാത്തൊരു സർപ്രൈസ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹീറോയുടെ പഴയ ഗേൾ ഫ്രണ്ട് ഉണ്ടല്ലോ, അവളിപ്പോൾ അവിടെ വക്കീലായിട്ടുണ്ടായിരുന്നു. അവളപ്പോൾ ഇവൻ്റെ അടുത്ത് നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആയി മാറിയല്ലോ, നിന്റെ പേരിൽ ഇത്രയും കേസുകൾ ഉണ്ടല്ലോ എന്നൊക്കെ അവൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോ അവളുമായിട്ട് ചിരിച്ച് വളരെ ജോളിയായിട്ട് സംസാരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇപ്പോൾ നമ്മളുടെ മഹയ്ക്ക് നമ്മളുടെ ഹീറോയോട് ഒരു ഇഷ്ടം തോന്നി തുടങ്ങിയ ഒരു സമയമായിരുന്നു. അതേപോലെ തന്നെ ഇപ്പോൾ ഹീറോയുടെ ഗേൾ ഫ്രണ്ട് തിരിച്ചു വരികയും ചെയ്തു. ശരിക്കും നമ്മളുടെ ഹീറോ ഇപ്പോൾ ഇതിൽ ആരെ ചൂസ് ചെയ്യുമെന്ന് നമുക്കിപ്പോൾ ഒരു കൺഫ്യൂഷൻ വരുന്നുണ്ടാകും. എന്തായാലും നമുക്ക് തുടർന്ന് കണ്ടു നോക്കാം. അങ്ങനെ ഇപ്പോൾ ഹീറോ തൻ്റെ ഈ പഴയ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിക്കൊണ്ട് ഒരു ദിവസം വീട്ടിലോട്ട് വരുന്നു. ആ പെണ്ണ് വന്നത് മഹയ്ക്ക് അത്ര ഇഷ്ടപ്പെട്ടിട്ടില്ല. അത് ഈ പെണ്ണിന് അവളുടെ മുഖത്ത് നോക്കിയപ്പോൾ തന്നെ മനസ്സിലായി. അങ്ങനെ ഇപ്പോൾ അതിനൊക്കെ ശേഷം അർജുനെ ഈ മഹ വല്ലാതെ സ്നേഹിക്കാൻ തുടങ്ങുന്നു. ഇവൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നോക്കി ഇവന്റെ മേലെ അവൾക്ക് വല്ലാത്തൊരു പ്രണയം വരുന്നു. എന്നാൽ ഇവളിത് പുറത്തു പറയാതെ ഉള്ളിൽ തന്നെ കൊണ്ടു നടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെങ്ങാനും പുറത്തു പറഞ്ഞു കഴിഞ്ഞാൽ അർജുൻ ഇനി വേറെ തെറ്റായ രീതിയിൽ എടുക്കുമോ, അല്ലെങ്കിൽ അവൻ റിജക്റ്റ് ചെയ്യുമോ എന്നൊക്കെയുള്ളൊരു പേടി കാരണം അവളത് തൻ്റെ മനസ്സിൽ ഒതുക്കുന്നു. ഈ കാര്യങ്ങളൊക്കെ നമ്മളുടെ ഹീറോയുടെ എക്സ് ഗേൾ ഫ്രണ്ട് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അവൾ എന്നിട്ട് ഒരു ദിവസം ഹീറോയുടെ അടുത്ത് പറയുന്നു, നമ്മളുടെ മഹയ്ക്ക് നിന്റെ മേലെ ഒരു ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. അവളുടെ കണ്ണിൽ നിന്ന് നിന്നോടുള്ള പ്രണയം ഞാൻ കണ്ടതാണ്. അവൾ ഇത്രയും കാലം ഹസ്ബൻഡ് ഇല്ലാതെ ജീവിച്ചില്ലേ, നീ ഇനിയിപ്പോൾ അവൾക്ക് നല്ലൊരു ഹസ്ബൻഡ് ആവുക. ഇത് കേട്ടിട്ട് നമ്മളുടെ ഹീറോയ്ക്ക് വല്ലാത്തൊരു ഷോക്കിംഗ് ആണ്. കാരണം ഹീറോ ഒരിക്കലും വിചാരിച്ച് കാണില്ല അവൾ തന്നെ ആ ഒരു കണ്ണിലൂടെയാണ് കാണുന്നതെന്ന്. എന്നിട്ട് ഹീറോ പറയുന്നു, അതൊന്നും ശരിയാവില്ല, അവൾ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ ലവറാണ്, അവളെ എനിക്ക് അങ്ങനെയൊന്നും കാണാൻ കഴിയില്ല. എന്നാൽ ഹീറോയുടെ എക്സ് അവനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അതായത് അവൾ പറയുന്നു, എത്ര കാലമാണ് ഇപ്പോൾ മഹ ഭർത്താവില്ലാതെ ജീവിക്കുക, അതുപോലെ തന്നെ ആ കുട്ടിയുടെ അടുത്ത് എത്ര കാലമാണ് അതിന് അച്ഛനില്ല എന്ന് പറയുക. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ ഒന്നായി കഴിഞ്ഞാൽ അവളുടെ ജീവിതവും ആ കുട്ടിയുടെ ജീവിതവും അതുപോലെ തന്നെ നിന്റെ ജീവിതവും നല്ലതായിട്ടേ വരൂ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ ഇപ്പോൾ ഹീറോയും അവൾ പറഞ്ഞ കാര്യത്തെപ്പറ്റിയൊക്കെ ചിന്തിക്കുന്നു. ഇതേ സമയത്താണ് ഇത്രയും കാലമായിട്ട് നാട് വിട്ടുപോയ വിജയ് അങ്ങോട്ട് വരുന്നത്. അവൻ വന്ന ഉടനെ തന്നെ ആദ്യം നമ്മുടെ അർജുനെ പോയി കാണണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവൻ നോക്കുമ്പോൾ അർജുൻ വിജയുടെ ഗേൾ ഫ്രണ്ടിനെ കൂട്ടിയിട്ട് വളരെ ജോളിയായിട്ട് സംസാരിച്ചിട്ട് ഇങ്ങനെ വണ്ടിയിൽ പോകുന്നത് കാണുന്നു. അപ്പോൾ ആ സമയത്ത് അവളുടെ കയ്യിലെ കുട്ടീനെയൊക്കെ കണ്ടപ്പോൾ വിജയ് വിചാരിക്കുന്നു, ഓ ഇവൻ എൻ്റെ ഗേൾ ഫ്രണ്ടിനെ കല്യാണം കഴിച്ചിട്ട് ഇപ്പോൾ കുട്ടിയൊക്കെ ആയിട്ട് ജീവിക്കുകയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളുടെ ഹീറോയെ പറ്റിയൊക്കെ വളരെ മോശമായിട്ട് അവൻ ചിന്തിക്കുന്നു. അതുകൊണ്ടിപ്പോൾ അർജുനോടുള്ള ദേഷ്യത്തിലൊക്കെ അവൻ പോയിട്ട് ചേരുന്നത് അർജുന്റെ ഓപ്പോസിറ്റ് ടീമായിട്ടുള്ള ബാബ്ജിയുടെ അടുത്താണ്. ശരിക്കും ഇപ്പോൾ വിജയിനെ ഈ നാട്ടിലോട്ട് തിരിച്ചു കൊണ്ടുവന്നതും ബാബ്ജി തന്നെയാണ്. അതായത് വിജയ് ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയാതെ വേറൊരു നാട്ടിൽ പോയി താമസിക്കുകയായിരുന്നു. ആ സമയത്ത് ബാബ്ജിയാണ് അങ്ങോട്ട് ചെന്നിട്ട് അർജുനെ പറ്റിയൊക്കെ മോശമായിട്ട് പറയുകയും ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ വേറെ രീതിയിൽ, അതായത് വിജയ്ക്ക് അർജുനോട് ദേഷ്യം വരുന്ന രീതിയിൽ കാര്യങ്ങളൊക്കെ ചെന്ന് അവൻ്റെ അടുത്ത് പറയുന്നു. അങ്ങനെ ഇപ്പോൾ നാട്ടിലെത്തിയതിനു ശേഷം ബാബ്ജിയുടെ അടുത്ത് വീണ്ടും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തതിന് ശേഷം ബാബ്ജി വിജയുടെ അടുത്ത് ഒരു ഗണ്ണ് കൊടുക്കുന്നു, അതായത് നമ്മളുടെ ഹീറോയെ കൊല്ലാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇപ്പോൾ വിജയ് പോയിട്ട് നമ്മളുടെ ഹീറോയുടെ നേരെ തോക്ക് ചൂണ്ടുന്നു. എന്നിട്ട് ഹീറോയുടെ അടുത്ത് പറയുന്നു, എന്നെ ഒഴിവാക്കിയിട്ട് ഈ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ ചെയ്തത്, അത് മാത്രമല്ല ഞാൻ പോയപ്പോഴേക്ക് നീ എൻ്റെ ഗേൾ ഫ്രണ്ടിനെയും കല്യാണം കഴിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കുന്നു. അപ്പോൾ ഹീറോ നീ വിചാരിക്കുന്നത് പോലെയൊന്നും അല്ല കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത്, ഓ അപ്പോൾ കല്യാണം കഴിക്കാതെ കൂടെ വെച്ചേക്കുവാണോ എന്നൊക്കെ അവൻ വളരെ മോശമായിട്ട് ഹീറോയുടെ അടുത്ത് സംസാരിക്കുന്നു.
അങ്ങനെയൊക്കെ ഓരോന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോകാൻ നേരത്ത് ഹീറോ അവൻ്റെ അടുത്ത് ചോദിക്കുന്നു, നീ എന്തിനാണ് മഹയെ വിട്ടു പോയതെന്ന്. അപ്പോൾ അവൻ പറയുന്നു, എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ വിട്ടിട്ട് പോയി. അവളാണെങ്കിൽ എപ്പോഴും എൻ്റെ അടുത്ത് വന്നിട്ട് കല്യാണം കഴിക്കുന്നു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, പക്ഷേ എനിക്കതൊന്നും ഇഷ്ടമല്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെയൊക്കെ അവൻ പറയുന്ന സമയത്താണ് അവൻ്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നത്. ഹീറോയുടെ മാമൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇവൻ്റെ സ്വഭാവം ശരിയല്ല എന്നുള്ള കാര്യം. ആ ഒരു കാര്യമൊക്കെ ഹീറോ ഇപ്പോൾ ആലോചിക്കുന്നു. ഇപ്പോൾ അർജുൻ്റെ അടുത്ത് മാമൻ വന്നിട്ട് പറയുന്നു, വിജയ് വന്നിട്ടുള്ളത് നിന്നെ കൊല്ലാൻ വേണ്ടിയിട്ടാണ്. അവൻ ശരിക്കും പറഞ്ഞാൽ ഒരു വിഷമുള്ള ഒരു പാമ്പിനെ പോലെയാണ്. അതുകൊണ്ട് അവനെ നമ്മൾ തന്നെ കൊല്ലേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ നീ അവനെ എത്രയും പെട്ടെന്ന് കൊന്നുകളയുക. അങ്ങനെ ഇപ്പോൾ അർജുൻ അതിനെപ്പറ്റിയൊക്കെ ആലോചിച്ച് ഒരു ദിവസം ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് വിജയ് അവനെ വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു, നിന്റെ മാമനും നിന്റെ മകളും ഇപ്പോൾ എൻ്റെ കസ്റ്റഡിയിലാണുള്ളത്, അവരെ ഞാൻ ഇപ്പോൾ കൊല്ലുമെന്ന് പറയുന്നു. ഹീറോ പെട്ടെന്ന് അത് നിന്റെ മകളാണെന്ന് പറയുന്നതിന് മുന്നേ തന്നെ അവൻ അവിടെ നിന്ന് ഫോൺ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇപ്പോൾ വിജയ് മാമനെ കൊല്ലാൻ വേണ്ടിയിട്ട് വരുന്ന സമയത്താണ് മാമൻ ഉള്ള സത്യങ്ങളെല്ലാം പറയുന്നത്. അതായത് മാമൻ പറയുന്നു, ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നീ കേട്ടതിന് ശേഷം നീ എന്നെ കൊല്ലണോ അതോ നീ സ്വയം ചാവണോ എന്ന് നീ തന്നെ ചിന്തിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് ആദ്യം തന്നെ ആ കുട്ടി ഇവന്റെ ആണെന്നുള്ള കാര്യം അവന് പറഞ്ഞു കൊടുക്കുന്നു. അത് വിജയുടെ സ്വന്തം മകളാണെന്ന് അറിഞ്ഞിട്ട് അവനും വല്ലാതെ വിഷമമാകുന്നു. അത് മാത്രമല്ലാതെ മാമൻ അവിടെ വെച്ച് വേറൊരു ട്വിസ്റ്റും റിവീൽ ചെയ്യുന്നുണ്ട്. അർജുൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നതിൽ നിനക്ക് ഭയങ്കര ദേഷ്യമല്ലേ? ശരിക്കും അർജുൻ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് ഞാൻ കാരണമാണ്, ഞാൻ ഇട്ടൊരു പ്ലാൻ കാരണമാണ് അർജുൻ ഇങ്ങനെ ചെയ്യുന്നത്. അർജുൻ്റെ വീട്ടിൽ കഞ്ചാവ് കൊണ്ടുവച്ചതും അത് പോലീസിനെ ഇൻഫോം ചെയ്തതും അതിനുശേഷം അർജുനെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ്സിലോട്ട് ഇറക്കിച്ചതും എല്ലാം ഈ മാമൻ തന്നെയാണ്. അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾക്ക് കടലിൻ്റെ രാജാവാകണം. അതിനുവേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. അങ്ങനെ ഇപ്പോൾ അവൻ കാരണമാണ് ഞാനിപ്പോൾ കടലിൻ്റെ രാജാവായത്. അങ്ങനെ ഇപ്പോൾ സത്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം വിജയ്ക്ക് ആകെ വിഷമമായിട്ട് അവൻ തൻ്റെ കുട്ടിയെ കെട്ടിപ്പിടിച്ചതിന് ശേഷം അർജുനെ കോൾ ചെയ്തിട്ട് വളരെ ഇമോഷണലായിട്ട് എനിക്ക് നിന്നെ ഒരു തവണ കൂടി കാണണമെന്ന് പറയുന്നു. അങ്ങനെ ഇപ്പോൾ വിജയ് കാറിൽ തൻ്റെ മകളെയും കൂട്ടി അതുപോലെ തന്നെ ബാബ്ജിയുടെ ഒരാളുണ്ടായിരുന്നു വിജയിൻ്റെ കൂടെ, അയാളെയും കൂട്ടിയിട്ട് ഇപ്പോൾ അർജുനെ കാണാൻ വേണ്ടി പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ കാറിൽ പോകുന്ന സമയത്ത് വിജയ് ഈ കുട്ടിയുടെ അടുത്ത് കുട്ടിയുടെ അച്ഛൻ്റെ പേരെന്താണെന്ന് ചോദിക്കുന്നു. അപ്പോൾ അവൾ പറയുന്നു, ഞാൻ ചെറുപ്പം മുതലേ അമ്മയുടെ അടുത്ത് ചോദിക്കുന്നതാണ്, പക്ഷേ അമ്മ എൻ്റെ അടുത്ത് പേര് ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ സമയത്ത് കുട്ടിയെ ഇങ്ങനെ തലോടിക്കൊണ്ട് അവൻ വളരെ ബഹുമാനത്തോടു കൂടി ഇങ്ങനെ പറയുന്നു, നിൻ്റെ അച്ഛൻ്റെ പേര് അർജുനാണെന്ന്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ മഹയെ സംബന്ധിച്ച് വിജയ് നല്ലൊരു ഹസ്ബൻഡ് അല്ല, ഈ കുട്ടിയെ സംബന്ധിച്ച് വിജയ് നല്ലൊരു അച്ഛനുമല്ല. ഇത്രയും കാലമായിട്ട് ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളുടെ ഹീറോ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ കുട്ടിയുടെ അച്ഛനെന്ന് പറയാനുള്ള അവകാശവും നമ്മളുടെ ഹീറോയ്ക്ക് തന്നെയാണുള്ളത്. അങ്ങനെ ഇപ്പോൾ കാറിൽ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുറകു സീറ്റിലിരുന്ന ബാബ്ജിയുടെ ആളുണ്ടല്ലോ, അയാൾ കത്തി എടുത്തിട്ട് നമ്മളുടെ വിജയ്ക്കിട്ട് കുത്തുന്നത്. അങ്ങനെ ഇപ്പോൾ വണ്ടി നിർത്തിയപ്പോൾ കറക്റ്റ് അവിടേക്ക് ബാബ്ജി എത്തുന്നു. ബാബ്ജി വന്നിട്ട്, ഞാൻ ഇത്രയും പ്ലാൻ ചെയ്ത് നിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു കഴിഞ്ഞപ്പോൾ നീ ഇപ്പോൾ അവനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പോവുകയാണോ എന്നൊക്കെ ചോദിച്ചിട്ട് വിജയിനെ വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ വിജയ് തൻ്റെ മകളുടെ മുന്നിൽ വെച്ച് തന്നെ വെടികൊണ്ട് മരിക്കുന്നു. ഇപ്പോൾ ഇതേ സമയത്ത് നമ്മളുടെ ഹീറോ ആണെങ്കിൽ വല്ലാത്തൊരു പ്രഷറോട് കൂടി വണ്ടി ഓടിച്ച് വന്നിട്ട് അവിടെയുള്ളൊരു പോസ്റ്റിലിടിക്കുന്നു. ഈ സീനാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കണ്ടത്. അങ്ങനെ ഇപ്പോൾ ഹീറോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ വിജയ് ഉള്ള സ്ഥലത്തോട്ട് ചെല്ലുന്നു. അവിടെ ചെല്ലുമ്പോഴാണ് വിജയ് മരിച്ചു കിടക്കുന്നത് കാണുന്നത്. അപ്പോഴാണ് മകളെ കാണാനില്ലെന്ന കാര്യം അവൻ അറിയുന്നത്. എന്നിട്ട് പിന്നെ കുട്ടിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അവൻ നേരെ ബാബ്ജിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. അവിടെ ചെന്നിട്ട് ബാബ്ജിയെയും അയാളുടെ ആളുകളെയും കൊന്നിട്ട് കുട്ടിയെ രക്ഷിച്ചു കൊണ്ടുവരുന്നു. അറ്റ് ലാസ്റ്റ് മഹയുടെ അടുത്ത് ചെന്നിട്ട് അവളെ കല്യാണം കഴിച്ചോട്ടെ എന്ന് അവൻ ചോദിക്കുന്നു. അവളും അത് കേട്ടിട്ട് വളരെ സന്തോഷത്തോടു കൂടി അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഹീറോ ആണെങ്കിൽ ഇപ്പോൾ വിജയ് മരിച്ച കാര്യമോ വിജയ് ഇവിടെ വന്ന കാര്യമോ ഒന്നും അവളുടെ അടുത്ത് പറയുന്നില്ല. അങ്ങനെ വളരെ സന്തോഷത്തോടു കൂടി അവർ രണ്ടുപേരും ഒന്നിക്കുന്നു. ബാബ്ജിയെ ഹീറോ എന്താണ് ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാബ്ജിയെ കൊന്നിട്ട് കടലിനടിയിൽ താഴ്ത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഹീറോ മാമനെ അവിടെ നിന്ന് രക്ഷിച്ചിട്ട് ഹീറോയും മാമനും കൂടി പിന്നെയും കടലിലെ രാജാക്കന്മാരെ പോലെ വാഴാൻ തുടങ്ങുന്നു. അവിടെ വെച്ച് ഈ ഒരു സിനിമ അവസാനിക്കുകയാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇത്തരത്തിലുള്ള മൂവീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.